നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ ആദ്യ മാർപ്പാപ്പയായി വാഴിച്ച്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്ന് മത്തായി 16:18 അരുളി ചെയ്ത ഏകവും വിശുദ്ധവും ശ്ലൈഹികവുമായ കത്തോലിക്കാ സഭയിലേക്ക് ലോകമെമ്പാടുമുള്ള ജൻസി തലമുറ വലിയ തോതിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കണക്കുകൾ പ്രകാരം പാശ്ചാത്യ രാജ്യങ്ങളിലും ഏഷ്യയിലും യുവജനങ്ങൾക്കിടയിൽ ആത്മീയതയോടുള്ള താല്പര്യം 20 മുതൽ 30% വരെ വർദ്ധിച്ചതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ താൽക്കാലികമായ മാറ്റങ്ങൾക്കിടയിൽ 2000 വർഷത്തെ പാരമ്പര്യവും വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസ സ്ഥിരതയും കത്തോലിക്കാ സഭയെ ഇവർക്ക് പ്രിയങ്കരമാക്കുന്നു. സഭയുടെ ധന്യമായ ചരിത്രവും തലമുറകളായി കൈമാറി വന്ന പൈതൃകവും ഈ തലമുറയെ ആഴത്തിൽ ആകർഷിക്കുന്നു. സത്യം തേടിയുള്ള ഇവരുടെ യാത്ര ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭയുടെ അചഞ്ചലമായ പ്രബോധനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നു. ആധുനികതയുടെ ശൂന്യതയിൽ നിന്നും സഭയുടെ പരിശുദ്ധിയേറിയ പാരമ്പര്യത്തിലേക്കുള്ള ഈ മടക്കയാത്ര വലിയൊരു ആത്മീയ വിപ്ലവമാണ്. ദിവ്യ കാരുണ്യ അത്ഭുതങ്ങളും വിശുദ്ധരുടെ മധ്യസ്ഥതയുമൊക്കെയാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ ജീവൻ തുടിക്കുന്ന സാക്ഷ്യങ്ങളായി യുവാക്കൾ ഇന്ന് തിരിച്ചറിയുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ലാൻസിയാനോയിലെയും പോളണ്ടിലെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ക്രിസ്തുവിന്റെ ജീവനുള്ള സാന്നിധ്യത്തെക്കുറിച്ച് അവർക്കും ഉറപ്പു നൽകുന്നു. വിശുദ്ധരുടെ ജീവിത മാതൃകകളും അവരുടെ ശക്തമായ മധ്യസ്ഥതയും ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. സഭയുടെ ആരാധനാക്രമങ്ങളിലെ ഗാംഭീര്യവും കൂദാശകളിലെ കൃപാവരവും നൽകുന്ന ആശ്വാസം മറ്റൊരിടത്തും ലഭ്യമല്ലെന്ന് ഈ തലമുറ സാക്ഷ്യപ്പെടുത്തുന്നു. സംശയങ്ങളുടെയും ആകുലതകളുടെയും ലോകത്തുനിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും സഭയുടെ സുരക്ഷിതത്വത്തിലേക്കും കടന്നുവരാൻ ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നു. പത്രോസിന്റെ പിൻഗാമികൾ നയിക്കുന്ന ഈ നൗകയിൽ നങ്കൂരമിടുന്നത് നിത്യമായ സമാധാനത്തിലേക്കുള്ള വഴിയാണ്. അചഞ്ചലമായ വിശ്വാസത്തോടെ തിരുസഭയോടെ ചേർന്ന് നിൽക്കാൻ ഈ മാറ്റം ഏവരെയും ആഹ്വാനം ചെയ്യുന്നു.